KPCCയുടെ പുനഃസംഘടനയൊക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ആദ്യം പുനഃസംഘടന കഴിയട്ടെ. പുനഃസംഘടന കഴിഞ്ഞാലല്ലേ അധികാരത്തിൽ വരാനായിട്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് ഭരണം വേണം, കോൺഗ്രസിന്റെ നിലപാട് അതാണ്. ഞങ്ങൾക്ക് ഭരണം വേണം, കോൺഗ്രസിൻ്റെ നിലപാടത്. ചുമ്മാ എന്നും കോൺഗ്രസിൻ്റെ ഭരണമൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഇന്ന് ദിവസം എത്രയായി? ഇന്ന് രാവിലെ തിരിച്ചു പോരാനായിട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും വരാൻ പോയപ്പോൾ ഹൈക്കമാൻഡ് കാല് പിടിക്കുമ്പോൾ പറഞ്ഞ് നിങ്ങളൊന്ന് നിൽക്കും നേതാക്കളെ, നമുക്കതൊന്ന് സംസാരിച്ചിട്ട് പോകാം. അപ്പോൾ അവർ കളഞ്ഞിട്ട് വരാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്നവരാരൊക്കെയാ? ഇവർ പുതിയ കമ്മിറ്റി അംഗങ്ങൾ ഷാഫി പറമ്പിൽ, വിഷ്ണു, സതീശൻ, രമേശിന് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് കൊടുത്തേക്കുന്നത്. രമേശ് പറഞ്ഞ മഹാരാഷ്ട്രയുടെ ചുമതല എനിക്ക് തന്നിരിക്കുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ഉള്ളപ്പോൾ ഇവരിവിടെ വന്നു, അവരുടെ കൂടെ ഞാനൊന്ന് ജസ്റ്റ് സംസാരിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ MP മാരെല്ലാവരും ഈ കേസിൽ കയറി ഇടപെട്ടിരിക്കുക. ഈ MP മാരെന്ന് പറഞ്ഞാൽ 18 MP മാരാണല്ലോ ഇവിടെ ഉള്ളത്. ഈ 18 MP മാരെന്ന് പറയണതിൽ 15 പേരോ 13 പേരോ കോൺഗ്രസ് MP മാരാണ്. ഇതിൽ ആകെ ഒരേ ഒരു MP-ക്ക് ഇവിടെ കോൺഗ്രസ് ഭരണം വരണമെന്ന് ആഗ്രഹമുള്ളൂ. ആരാ? KC വേണുഗോപാൽ. KC വേണുഗോപാൽ അത് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? KCക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ട്. VD സതീശൻ കൊടുക്കുമോ? അല്ല, അത് ഒരു കാരണം. അപ്പോൾ KCക്ക് അങ്ങനെ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് KC ഈ പറയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞ് KC നോക്കുന്നത്. അപ്പോഴാണ് കൊടിക്കുന്ന് സുരേഷിൻ്റെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദ് ആയാൽ മതി. കൊല്ലത്ത് അദ്ദേഹം പറയുന്ന ആള്, അതായത് കൊടിക്കുന്ന് സുരേഷ് പറയുന്ന ആളിനെ തന്നെ കൊല്ലത്താക്കണം, ഇല്ലാതെ വേറൊരാളെ ആക്കാനായിട്ട് ട്രോളായി വരികയാണ്. അതെ, രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് കൊല്ലത്ത് അദ്ദേഹത്തിന് എല്ലായിടത്തും എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുനാഥ് എതിർക്കുന്നു. വിഷ്ണുനാഥ് പറയുന്നത് ജെർമിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവുണ്ട്, അദ്ദേഹമാണ്, ചെറുപ്പക്കാരനാണ്, കുണ്ടറയിൽ ഒരിക്കൽ വിഷ്ണുനാഥ് മത്സരിക്കുന്നതിന് മുമ്പ് മത്സരിച്ചിരുന്ന ആളാണ്. അപ്പോൾ വിഷ്ണുനാഥിൻ്റെ വാദം അത്. അങ്ങനെ പിന്നെ MM നസീർ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരാളുടെ പേര് കേൾക്കുന്നുണ്ട്, അത് KC വേണുഗോപാലിൻ്റെ ആള്. ട്രിവാൻഡ്രത്ത് വേറെ ആളെ മാറ്റണ്ട, ശക്തം നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂര് പറയുന്നു. കാര്യം നാടാർ സമുദായത്തിന് ഇതിനു മുമ്പ് ഒരു പ്രാധാന്യം കിട്ടിയിരുന്നില്ല, അപ്പോൾ അദ്ദേഹം വന്നോട്ടെ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമതാണെങ്കിൽ മലപ്പുറത്ത് ജോയി ഉണ്ട്. ജോയിയുടെ പേര് ജോയി വളരെ ഭംഗിയായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ജോയിയെ മലപ്പുറത്ത് നിർത്തിയില്ലെങ്കിൽ വലിയൊരു അടി. DCC പ്രസിഡന്റായിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ജോയിയെ സ്ഥാനാർത്ഥിയാക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ വേറൊരാളെ വെക്കേണ്ടി വരും. DCC പ്രസിഡന്റായിട്ട് ജോയിയുടെ പേര് അൻവർ പറഞ്ഞത് കൊണ്ട് അൻവർ പറഞ്ഞു, പിന്നെ അതിന്റെ ഈഗോ VD സതീശൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ആക്കി. ഷൗക്കത്തിനെ ആക്കി. ഷൗക്കത്ത് ജയിച്ചു. അപ്പോൾ അന്ന് വളരെ തന്മയത്വത്തോടെ ഷൗക്കത്ത് ജയിക്കാനായിട്ട് ജോയി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് മലപ്പുറത്ത് ഈ പറയുന്ന ജോയിയെ മാറ്റാനുള്ള സാധ്യതയില്ല. പിന്നെ എറണാകുളത്ത് നമ്മുടെ മുഹമ്മദ് ഷിയാസ് ഇവർ രണ്ടുപേരും മാറുമ്പോൾ DCC പ്രസിഡന്റുമാരെന്നുള്ളൊരു സ്ഥാനം അവിടെ അല്ല. ഇനിയിപ്പോ അവർ ഇലക്ഷൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആളെ കൊണ്ടുവരും. പക്ഷെ അവരെ DCC മാറ്റണ്ടെന്നുള്ള തീരുമാനം നേതാക്കൾക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ബാധിക്കില്ലേ? അപ്പോൾ അതൊന്നും ബാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വൈബ്രന്റ് ആയിട്ട് നിന്ന ഒരാളാണ് ഷിയാസ് നമ്മൾ കണ്ടതുമാണ്. കാര്യം എറണാകുളത്തുള്ള ഒരു നേതാവും ഷിയാസിനെ കുറ്റം പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ഷിയാസ് അത്ര ഭംഗിയായിട്ടാണ് സമരങ്ങളൊക്കെ നയിച്ചുകൊണ്ട് പോയത്. ഷിയാസിനെ മിക്കവാറും കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കാലിക്കറ്റ് പ്രവീൺ കുമാറിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. പിന്നെ കണ്ണൂര് കാലിക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ K സുധാകരൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് വേറൊരു ആളുകളെ പേര് ഇപ്പം എല്ലാവരും ഓരോരോ പേര് പറയുമ്പോൾ എന്ത് ചെയ്യും? സെക്രട്ടറിമാരായിട്ട് വഴി കൂടെ പോകണം വരെ സെക്രട്ടറിയാണ്, KPCC സെക്രട്ടറി. സ്വാഭാവികമായിട്ടും KC പറഞ്ഞു, VD സതീശനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ K സുധാകരൻ ഇനി മത്സരിക്കൂലേ? അല്ല, K സുധാകരൻ്റെ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ എവിടെ MP ആയിട്ട് നിൽക്കുന്നവരിൽ അത് നമ്മൾ കേട്ടത് ഒരു ഡീലുണ്ട്, നിയമസഭയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞൊരു ഡീലിനെ കുറിച്ചൊക്കെ കുറച്ച് മുമ്പ് വിവാദമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. കാര്യം K സുധാകരനെ ഒന്നും സ്ഥാനാർത്ഥി ആക്കില്ല. കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത്. പിന്നെ എന്തോ പറയാനായിട്ട് ഇപ്പം ഈ DCC പ്രസിഡന്റായിട്ട് പത്തനംതിട്ട ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇപ്പോൾ സുധാകരൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇടയ്ക്കൊന്ന് തെക്കൻ ജില്ലയിലേക്ക് വന്നോട്ടെ. ഇപ്പോൾ ഈ കണ്ണൂരത്തെ കാര്യം പറഞ്ഞു, കോഴിക്കോടത്തെ കാര്യം സുധാകരൻ്റെ ഇത് പറഞ്ഞു. പത്തനംതിട്ടയിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് പത്തനംതിട്ടയും ഇവർ ആരെയാണ് അടുത്ത DCC പ്രസിഡന്റ് ആക്കുന്നത്? പത്തനംതിട്ടയിൽ എത്ര സീറ്റാണ് ഇപ്പോൾ ഉള്ള? 5 സീറ്റ് കണ്ട നിയമസഭയിലുണ്ട്. അതൊക്കെ തന്നെ ആരാ ജയിച്ചു വന്നിരിക്കുന്നത്? ഇപ്പോൾ ആറന്മുള വീണ ജോർജാണ്, അവർ വീണ്ടും മത്സരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ തിരുവല്ലയിൽ മാത്യു തോമസ് ആണ്. റാന്നി ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞിട്ട് മാണി കോൺഗ്രസിലെ ആളാണ്.
പിന്നെ കോന്നിയിൽ ജിനേഷ് കുമാറാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും? ഏത് സ്ഥാനാർത്ഥിയെ നിർത്തും? ആൻ്റണി ലോക്സഭയിൽ അവിടെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന തിരുവല്ലയിൽ ഈ പി ജെ കുര്യൻ്റെ ഒരു ഹോൾഡാണ്. പി ജെ കുര്യൻ വയസ്സായാലും പി ജെ കുര്യൻ ഇന്നും നല്ല ഹോൾഡൊക്കെയാണ്, രാഷ്ട്രീയത്തിൽ വളരെയധികം ഹോൾഡുള്ള ഒരാളാണ്. പിന്നെ വേറൊരു സംഗതി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഈ മുഖ്യ ശ്രേണിയിൽ നിൽക്കുന്ന ഇവരൊക്കെ തന്നെയും ഇപ്പോൾ എം പിമാരായിട്ടുള്ളവരൊക്കെ എന്തിനാണ് DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിലൊക്കെ ഇവർ ഇത്രയും കയറി ഇടപെടുന്നത്? ഇവർക്ക് എം പിമാരല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉദുമയിൽ പിന്നെ പെരിയ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. പെരിയ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഉദുമയിൽ മത്സരിച്ച ആളാണ്. എന്തിന് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വെട്ടാനൊക്കെ കിടക്കുന്നത്? അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള കളിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കളിച്ചിരിക്കുന്നത് ഈ ഉദുമയിൽ പെരിയ ബാലകൃഷ്ണനെതിരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ പറയും, ഈ ജോയിയുടെ കാര്യം പറഞ്ഞു. നിലമ്പൂർ മത്സരം വന്നപ്പോൾ ജോയിയെ നിർത്താനായിട്ട് അൻവർ പറഞ്ഞ് സതീശൻ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് ഷൗക്കത്തിനെ ആക്കി അവിടെ അൻവർ സ്ഥാനാർത്ഥിയായി. അൻവർ ഈ 20,000-നടുത്ത് വോട്ട് പിടിച്ചുകൊണ്ടാണ് ഷൗക്കത്ത് ജയിച്ചത്. ഇല്ലെങ്കിൽ CPM-നകത്ത് തന്നെ ഉള്ളവർ, CPM-നകത്ത് പാർട്ടിക്കകത്തുള്ളവർ പിന്നെ ഈ അൻവറിനെ അനുകൂലിക്കുന്നവരിട്ട വോട്ടാണത്. ഏത് ഈ പറയുന്ന അൻവറിന് കിട്ടിയിരിക്കുന്നത് 20,000 വോട്ടെന്ന് പറയുന്നത് അൻവറിൻ്റെ ആരാധകരൊന്നുമല്ല. CPM അനുകൂലികളും CPM പാർട്ടിക്കകത്തുള്ളവരും അവരുടെ പാർട്ടി വിരോധം, അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എം സ്വരാജിനെ ഇഷ്ടമല്ലാതെ എം സ്വരാജിന് കൊടുക്കേണ്ട വോട്ടാണ് ഈ പറയുന്ന രീതിയിൽ അൻവറിന് വന്നത്. ഒരുവേള അൻവർ സ്ഥാനാർത്ഥി ആയിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷൗക്കത്ത് തോറ്റുപോയേനെ. തുച്ഛം വോട്ടിൻ്റെ ഈ സ്വരാജ് ജയിക്കും. കാര്യം വേണം വേണ്ടാതെയും ചിലപ്പോൾ കൊണ്ട് കുത്തി കൊടുത്താൽ എന്ത് ചെയ്യും? അതിലും കളികളില്ലേ? അല്ല അത് അൻവറിനെ അൻവർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഷൗക്കത്ത് ജയിച്ചത്. ഇല്ലെങ്കിൽ ആ വോട്ടുകൂടെ സ്വരാജിന് പോയത്. സ്വരാജിന് 66,000 വോട്ടങ്ങണ്ട കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് നോക്കുക. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിട്ട് പോലും സ്വരാജിന് അത്രയും വോട്ട് കിട്ടി. അപ്പോൾ ഇതിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നേതാക്കൾ നടത്തുന്നത് എന്തുകൊണ്ടും ഈ പുനഃസംഘടന നീണ്ടുപോകും. പുനഃസംഘടന നീണ്ടു പോകുന്തോറും ഇവരുടെ എങ്ങനെയാണ് KPCCയുടെ പുനഃസംഘടന വരുന്നത് അതനുസരിച്ച് വേണം BJPയും CPM-ഉം അവരുടെ ആസൂത്രണങ്ങൾ നടത്താൻ പോകുന്നത്. അല്ല, ചുരുക്കി പറഞ്ഞ KPCC പുനഃസംഘടനയും തെരഞ്ഞെടുപ്പുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പും കൂടെ ഒന്നിച്ചാവുന്ന രീതിയിലാണ് നീണ്ടു പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഇത്ര പ്രയാസമാണോ എന്നൊരു സംശയം പോലും ഉണ്ടാകും. അത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് വഴിയെ നമുക്ക് സംസാരിക്കാം.